ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 105 ന്യായാധിപനാകാമോ. ഭാഗം 105 ന്യായാധിപനാകാമോ ഇവിടെ ആരംഭിക്കുന്നു. ശിവഗിരിയിലുള്ളപ്പോൾ ഗുരുദേവൻ അവിടുത്തെ പർണശാലയിലാണ് അധിക നേരവും വിശ്രമിച്ചിരുന്നത്. ചില നേരങ്ങളിൽ കൂടുതൽ ആളുകൾ കാണാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ പുറത്തിറങ്ങി ഒരു ചാരുകസേരയിൽ ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്നും കെ ശങ്കരൻ എന്നൊരു യുവാവ് ശിവഗിരിയിൽ ഗുരുദർശനത്തിനായി എത്തിയത്. മുൻപ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശിവഗിരിയിലെത്തി ഗുരുദേവനെ ശങ്കരൻ ദർശിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ശങ്കരന് ആ തൃക്കൈകളിൽ നിന്നും മുന്തിരിങ്ങ, കൽക്കണ്ടം, പഴം എന്നിവയൊക്കെ കിട്ടുമായിരുന്നു. ഇത്തവണത്തേക്ക് വക്കീൽ പരീക്ഷ പാസ്സായി കഴിഞ്ഞ ശേഷമുള്ള ശങ്കരൻ്റെ ശിവഗിരി യാത്രയായിരുന്നു. തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച ശേഷം സുസ്മേരവദനായി നിന്ന ശങ്കരനോട് മന്ദസ്മിതത്തോടെ ഗുരുദേവൻ ചോദിച്ചു, വിശേഷം വല്ലതുമുണ്ടോ? ശങ്കരൻ, ഉണ്ടു സ്വാമി, ഞാൻ BL പരീക്ഷ പാസ്സായി. ഇനി സന്നദ്ധെടുക്കണം. അതിനു മുമ്പ് തൃപ്പാദങ്ങളുടെ അനുഗ്രഹം വാങ്ങാനാണ് ഇപ്പോൾ വന്നത്. ഗുരുദേവൻ, കൊള്ളാം, അനുഗ്രഹമുണ്ടല്ലോ. സന്നദ്ധെടുത്ത് നല്ല വക്കീലാവണം. ശങ്കരൻ, ആവാം. ഗുരുദേവൻ, വക്കീലായാൽ ന്യായാധിപനാകാമോ? ഗുരുദേവൻ്റെ വാക്കുകൾ കേട്ട് ശങ്കരൻ ഒന്നമ്പരന്നു. കാരണം അന്നത്തെ സാമൂഹ്യ നിലയനുസരിച്ച് അവർണരിൽപ്പെട്ടവർക്ക് ന്യായാധിപനാവുക എന്നത് കേവലം ഒരു സ്വപ്നം മാത്രമായിരുന്നു. എങ്കിലും ഗുരുദേവൻ്റെ അനുഗ്രഹം നൽകിയ ആത്മധൈര്യത്തിൽ നിന്നുകൊണ്ട് ശങ്കരൻ പറഞ്ഞു, ആവാം. ഗുരുദേവ സന്നിധിയിൽ നിന്നും മടങ്ങിയിട്ടും ശങ്കരൻ്റെ മനസ്സിൽ നിന്നും ഗുരുദേവൻ്റെ ആ ചോദ്യം മാഞ്ഞുപോയില്ല. സന്നദ്ധെടുത്ത ശേഷം കൊല്ലം കോടതിയിൽ വക്കീലായി ചേർന്നു. ശങ്കരൻ പ്രാക്ടീസ് ആരംഭിച്ചു. കുറച്ചുകാലം അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം വക്കീൽ പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയാതിരുന്ന ശങ്കരന് BL പരീക്ഷയിൽ 1-ാം ക്ലാസ്സിൽ പാസ്സായ പലരും വക്കീലായി തന്നെ തുടരുമ്പോൾ ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കിട്ടി. ഗുരുദേവൻ്റെ ആ സങ്കല്പം യാഥാർത്ഥ്യമായപ്പോൾ വക്കീലന്മാർക്കിടയിൽ അതൊരു അത്ഭുതമായ വാർത്തയായിത്തീർന്നു. പിൽക്കാലത്ത് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് എന്ന ഉന്നത നീതി പീഠത്തിലെത്തിച്ചേർന്ന ശേഷമാണ് വിരമിക്കുകയുണ്ടായത്. ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ, മനുഷ്യനെ സ്നേഹിക്കുവാനായി അവതാരമെടുത്തൊരു മഹാദേവൻ, എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ, എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 105 ന്യായാധിപനാകാമോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.